ഇത് സിഗ്മ ഡബ്ല്യു വെച്ചിട്ടാണ് സിഗ്മ കാണുക. അപ്പോൾ ഈ വെയ്റ്റഡ് ആവറേജിൽ P1/P0 ഇൻറ്റു 100 വെയ്റ്റഡ് ആവറേജിൽ സിഗ്മ ഡബ്ല്യു ആണ് കാണുക. അത് P1 ഇൻറ്റു P00 ഇൻറ്റു 100. അത് അത്ര ഇതില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. പിന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ WR-നെ സൂചിപ്പിച്ചിട്ടാണ്, അതായത് ഈ PO ഉള്ളതിൻ്റെ R-നെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അത് P1 എല്ലാത്തിൻ്റെയും എന്തോന്ന് പറയുന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ ഇത് കാണുന്നതെന്ന് വെച്ചാൽ P1 P2 ഇൻറ്റു 100ലാണ്. പിന്നെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ്, അത് മെഷറിങ്, അത് വേറൊരു ഇൻഡസ്ട്രിയൽ മെഷറിങ് രീതിയാണ്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്, അത് അഗ്രികൾച്ചർ ബേസ് ആയിട്ടുള്ളത്, ഇൻഡെക്സ് നമ്പർ ഓഫ് അഗ്രികൾച്ചർ. പിന്നെ പ്രൊഡ്യൂസ് പ്രൈസ് ഇൻഡെക്സ് ആണ്, അത് ട്രേഡ് ടാക്സ് അങ്ങനെയുള്ള TA ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നതാണ് പ്രൊഡ്യൂസ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ലിവിങ്നെസ് അതിനെ മെഷർ ചെയ്യുന്നതാണ്. ഇത് HDI എന്നത് വേൾഡ് ലെവലാണ്, WHO-ൻ്റെ കീഴിലാണ്, അതിനെയാണ് ഇത് HDI എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻസസ് ആണ്. സെൻസെക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത് സിറ്റുവേറ്റഡ് ഇൻ മുംബൈയിലാണ്. അതിനെ അങ്ങനെയുള്ള ഓൾ ലെവലായിട്ടുള്ള സ്റ്റോക്ക് വാല്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിഫ്റ്റി ആണ്. നിഫ്റ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അതായത് ഷെയർസ് അങ്ങനെയുള്ളത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ. പിന്നെ പർച്ചേസിങ് മണിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത്, ഇൻഡെക്സ് നമ്പേഴ്സിലുള്ളത്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ്, അതായത് ഒരു ഡിസൈൻ ആയിട്ടുള്ള മെഷറബിൾ ചേഞ്ചസ് വേരിയബിൾ ഗ്രൂപ്പ്സ് ഓഫ് റിലേറ്റഡ് വേരിയബിൾ ഗ്രൂപ്പ്സ്, ഒരു സിംഗിൾ റേഷ്യോ ആയിട്ടുള്ള വേരിയബിൾ ഗ്രൂപ്പ്സിനെയാണ്, അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അങ്ങനെയുള്ള 3 തരത്തിലുള്ള ഒരു മെഷറബിങ് മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് കാണാനുള്ള ഇതെന്ന് പറയുന്നത് ഈ Q02 ഡിവൈഡഡ് ബൈ PO ഇൻറ്റു 100 എന്നുള്ളതാണ് അതിൻ്റെ മെഷറബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് എക്കണോമിക്കലി പാരാമീറ്റർ ആയിട്ടുള്ള കാര്യമാണ്. മെഷറബിൾ എന്ന് പറയുന്നത് എക്കണോമിക്കലി സ്റ്റാറ്റസ് ആണ്. എക്കണോമിക് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. മാൻമെയ്ഡ് ആണ്, എക്കണോമിക്കലി പ്രൈസ് ലെവലാണ്. പിന്നെ മണി മാർക്കറ്റ് എക്കണോമിക് ലെവൽ എന്നതിനൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ എക്കണോമിക് പോളിസീസ് ഗ്രേഡുകൾ ഇൻഡെക്സുകൾ നൽകുന്നുണ്ട്. പിന്നെ ട്രെൻഡ്സ് ആൻഡ് യൂസ്ഫുൾ എക്കണോമിക് ആക്ടിവിറ്റീസിന് പർച്ചേസിങ് പവർ ഓഫ് മണി, റിയൽ വേജസ് ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഉള്ള യൂസസ് ആണ് ഇത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഇൻഡെക്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അൺവെയ്റ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. വെയ്റ്റഡ് ഇൻഡെക്സ് ഉണ്ട്, അൺവെയ്റ്റഡ് ഇൻഡെക്സ് ഉണ്ട്. അത് രണ്ടിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് അൺവെയ്റ്റഡ് എന്ന് പറയുന്നത് സിമ്പിളാണ്, അതായത് ആവറേജ് കാണുന്നതുള്ള, പിന്നെ പ്രൈസ് റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. വെയ്റ്റഡ് വെയ്റ്റഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് പ്രൈസ് ലെവലിനെ കാണിക്കുന്നതാണ്. ഈ അൺവെയ്റ്റഡ് ഇൻഡെക്സിലാണ് ഇത് വാരിയസ് ആയിട്ടുള്ള മെഷറബിൾ ആണ് നടക്കുന്നത്. അത് കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് അതിലുള്ളതാണ്, അതിൽ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡിൻ്റെ പിന്നെ കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ സിഗ്മ P1/P0 ഇൻറ്റു 100 വെച്ചിട്ടാണ്, അതായത് കറൻറ്റ് P1 എന്ന് പറയുന്നത് കറൻറ്റ് പീരിയഡിനെയും P0 എന്ന് പറയുന്നത് ബേസ് പീരിയഡിനെയും കാണിച്ചിട്ടാണ്. അപ്പോൾ അത് രണ്ടും ഡിവൈഡ് ചെയ്ത് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഇൻഡെക്സ്, ആ മെഷറിങ്, ഡാറ്റ മെഷറിങ്, ആ കാലഘട്ടത്തിന് ഡാറ്റ മെഷറിങ് കിട്ടി. അത് എത്ര പെർസെൻറ്റേജ്, അതിൻ്റെ കമ്മോഡിറ്റീസ് പ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു, അതിൻ്റെ കമ്മോഡിറ്റി പെർസെൻറ്റേജ് എങ്ങനെയുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും. പിന്നെ വെയ്റ്റഡ് അഗ്രിഗേറ്റഡ് മെത്തേഡാണ്. വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈസ് ക്വാണ്ടിറ്റി ബേസ് പീരിയഡ് ക്വാണ്ടിറ്റിനെയാണ് കാണിക്കുന്നത്. അത് രണ്ടെണ്ണാണുള്ളത്, ഒന്ന് ലെസ്പിയേഴ്സും മറ്റൊന്ന് പോഷിയസ് പ്രൈസ് ഇൻഡെക്സും ആണ്. ലെസ്പിയേഴ്സിൻ്റെ എന്ന് പറയുന്നത് കാണാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ സിഗ്മ P1 QO എന്നുള്ളതും സിഗ്മ PO QO ഇൻറ്റു 100 എന്നുള്ളതും രണ്ട് ഇതാണ് കേട്ടോ കാണാനുള്ള. അത് ഇതിൻ്റെത് സിഗ്മ QO ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സിഗ്മ PO
ഇതാണ് സിഗ്മ. ഇൻറ്റു 100 അതാണ് അതിൻ്റെ കാണാനുള്ള ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള കമ്പനി 3 പ്രൊഡക്റ്റിൻ്റെ ഇതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 10, 20, 2 അങ്ങനെയുള്ളതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി കാണിക്കുക. നെക്സ്റ്റ് കോളത്തിൽ എന്ത് പറയുക അതിൻ്റെ പ്രൈസ് കാണിക്കുക. പിന്നെ അതിൻ്റെ തന്നെ Q1 എന്ന് പറയുന്നത് P1 എന്നുള്ള പ്രൊഡക്റ്റ് ബേസ് അന്നേരത്തെ ഇത് രണ്ടും ആ കാലഘട്ടത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വരിക എന്ന് പറയുന്നതാണ് ഇത് P1 ആൻഡ് Q0 എന്നുള്ളത്. അത് നമ്മൾ ഏത് ചെയ്യുക ഫസ്റ്റ് 2 ഇൻറ്റു ആണ് കാണിക്കുന്നത്. അപ്പോൾ Q1 പ്രൈസിൻ്റെയും 2 ഇൻറ്റു ചെയ്താൽ നമുക്ക് ഏത് കിട്ടും P1 QO എന്നുള്ളത് കിട്ടും. അതിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. ആ ഫ്രീക്വൻസിയെ ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ ചെയ്തതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കമ്മോഡിറ്റി പ്രൈസിൻ്റെ ടോട്ടൽ കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആ കമ്മോഡിറ്റി പ്രൈസിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആവറേജ് ആയിരുന്നു പറഞ്ഞ് സിമ്പിൾ ആവറേജ് കാണാനുള്ളതാണ് ഈ വൺ എന്ന് പറയുന്നത്. പിന്നെ വെയ്റ്റഡ് ആവറേജ് ആണ്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് P1 PO × 100 ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത് ഇൻഡെക്സ് എന്നുള്ളതിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോറിലേഷൻസ് ആണ്.